ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു മറിയം ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ ഹണീബിയാണ്. ചിക്കൻ ഹണീബി എൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. പക്ഷേ ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല. ഇവിടെ എൻ്റെ ഫാമിലിയിലും എൻ്റെ മക്കൾക്കൊക്കെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ചിക്കൻ ഹണീബി. മാത്രമല്ല ഞാൻ വേറൊരു പ്രോഗ്രാമിൽ യൂട്യൂബിൽ ഞാൻ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ചിക്കൻ ഹണീബിയുടേതുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഹണീബിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റാണ് വേണ്ടത്. ബ്രസ്റ്റിൻ്റെ പീസ് മാത്രമാണ് വേണ്ടത്, മറ്റു പീസുകൾ എടുക്കരുത്. കാരണം നമുക്ക് അരക്കുമ്പോൾ കൊഴുപ്പ് ഫീൽ ചെയ്യും. ബ്രസ്റ്റ് ആകുമ്പോൾ നമുക്ക് ടൈറ്റിൽ കിട്ടും. അതിനാണ് ബ്രസ്റ്റിൻ്റെ പീസ് തന്നെ വേണമെന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം സവാള ഒന്നും കൂടിപ്പോവരുത്. കൂടിയാൽ കൊഴുപ്പ് കൂടിപ്പോകും. 2 പച്ചമുളക്, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിച്ചപ്പ്. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഗരം മസാല. ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ ചിക്കൻ കഴുകിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. കുറേ നേരം നമ്മൾ അരിപ്പയിൽ വെച്ചിട്ട് വെള്ളം തീരെ പാടില്ല. ഇത് നമുക്കിനി നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മറ്റു ഇൻഗ്രീഡിയൻസുകളും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 4-5 എണ്ണം, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, മല്ലിയില, പുതിനയില, പിന്നെ നമ്മുടെ സവാള കട്ട് ചെയ്തിട്ട് സവാള, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വേണമെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ പച്ച നോക്കാൻ പാടില്ല. നമുക്ക് ഉപ്പൊരു പാകത്തിന് കണ്ടിട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് വെള്ളമില്ലാതെ അരച്ചെടുക്കണം. ഞാൻ നമ്മുടെ ചിക്കനും മസാലകളും നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനാണ്, ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് അരയാഞ്ഞിട്ട് അത് പഴയ മിക്സി ആയതുകൊണ്ടാണ്. മറ്റേത് ഞാൻ നേരത്തെയൊക്കെ അങ്ങനെ തന്നെയാണ് അരച്ചെടുത്തിരുന്നത്. നല്ല പുതിയ മിക്സി ആണെങ്കിൽ വലിയ ജാറിൽ തന്നെ അരക്കാമായിരുന്നു. ഞാൻ അതിൽ നിന്ന് മാറ്റി ഈ ചെറിയ ഗ്രൈൻഡറിൽ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഹണീബിയിലേക്കുള്ള മൈദ കുഴച്ചെടുക്കാം. ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. വേസ്റ്റ് ആക്കണ്ട. നമുക്ക് ആ മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്, ഹണീബിയുടെ പുറത്തുണ്ടാവില്ല ഒരു മഞ്ഞ വര, അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കളറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ നാച്ചുറൽ കളർ തന്നെയാണ് യൂസ് ചെയ്യാറ്. കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പ്. ഇനി ഇത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പൂരിക്ക് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോവണ്ട, കാരണം കുറച്ച് മതി നമുക്ക് ഡോ, പിന്നെ വേസ്റ്റാവും. ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ടുണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് കുറേശ്ശെ ഓയിൽ കയ്യിൽ തടവിയിട്ട് കുറേശ്ശെ എടുത്തിട്ട് കുറച്ച് മതി. നമുക്ക് 2 കയ്യിലും ഓയിൽ തേക്കണം. എന്നിട്ട് നമുക്കൊരു ഹണീബീൻ്റെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ചെയ്യാം, കാരണം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹണീബി കുറച്ച് വലിപ്പമുണ്ടാവും.
ഈസിയാണ്, അത്ര വലിയൊരു പണിയൊന്നുമല്ല. വീട്ടിൽ 2-3 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അങ്ങ് ചെയ്താൽ ഭയങ്കര ഈസിയാവും. ഇതുപോലെ നമുക്ക് മുഴുവനും ഹണി ബീ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. നമ്മുടെ ചിക്കൻ ഹണി ബീ ഞാൻ മുഴുവനും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അധിക സമയമൊന്നും വേണ്ട. ഞാനും എൻ്റെ ഫർഹയും കൂടിയാണ് ഇത് ചെയ്തെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ഡോ പരത്താം. ഇനി നമ്മുടെ ഡോ പരത്തിയെടുക്കാം നമുക്ക്. ഒരു പാകം കട്ടിയിൽ, ഒരു പൂരിയുടെ കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മുഴുവനും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഹണി ബീയുടെ പീസും അതുപോലെ ഓരോ റിബണും എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ചുറ്റി കൊടുക്കണം. ഇതുപോലെ ഞാൻ മുഴുവനും ചുറ്റിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും ചുറ്റിയെടുക്കാം. ഞാൻ നമ്മുടെ ചിക്കൻ ഹണി ബീ മുഴുവനും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാൻ പാൻ വെച്ച് നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ ഹണി ബീ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ചെറുതാക്കി കൊടുക്കണം. കാരണം നമ്മുടെ ചിക്കൻ ഒട്ടും വേവാത്ത ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തീ കൂട്ടി വേവിക്കരുത്. തീ കുറച്ച് കൊടുത്തിട്ട് വേണം വേവിക്കാൻ. ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് തീ ചെറുതാക്കി കൊടുക്കണം. ഫ്ലെയിം നന്നായി കുറച്ചിട്ടുണ്ട്. ധൃതി കൂട്ടി പെട്ടെന്ന് തീ കൂട്ടി എടുക്കരുത്. നമ്മുടെ കബാബ് നന്നായിട്ട് വേവണം. ഇത് ശരിക്കൊരു കബാബ് തന്നെയാണ്. കുട്ടികൾക്ക് അട്രാക്ഷന് വേണ്ടി ഹണി ബീൻ്റെ ഷേപ്പിൽ ഞാൻ ചെയ്തെടുത്തതാണ്. നമ്മുടെ ഹണി ബീ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഓവർ കുക്കഡായിട്ട് ഉണങ്ങിപ്പോവരുത്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വേവ്. ഇതുപോലെ നമുക്ക് മുഴുവനും പൊരിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ ഹണീബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയുമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അധികം പണിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു മെനക്കെടുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു അടിപൊളി ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ കൂടി പറയുന്നു.